നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിങ് എടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വരുന്ന ഒരു ഗുഡ് ന്യൂസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, ഓക്കെ, നിങ്ങളുടെ ബന്ധത്തിൽ ഈ ജനുവരി ആകുമ്പോഴേക്കും ഓക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഗുഡ് ന്യൂസ് എന്താണ് നിങ്ങൾക്കിതിൽ വരാൻ പോകുന്നത് നോക്കാം. ഓക്കെ, നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് എന്താണ് കിട്ടാൻ സാധ്യത എന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ലെറ്റ്സ് സീ. കൂടുതൽ നീട്ടില്ല. 4 of Pentacles, okay, Knight of Wands, 4 of Wands, wow, 10 of Cups and this. Oh, wow. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഗുഡ് ന്യൂസ്, ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ്. ഒന്നാമത്തെ കാര്യം, ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഒരു മെസ്സേജ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഒരു ഇമോഷണൽ മെസ്സേജ് ആയിരിക്കും അത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇതുവരെ ഹോൾഡ് ബാക്ക് ചെയ്തത്, ഓക്കെ, ഇതുവരെ അവർ നിങ്ങളുടെ അടുത്ത് മാറി നിന്നു, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് ഒന്നും ഓപ്പണായിട്ട് എക്സ്പ്രസ് ചെയ്യാതിരുന്നു, ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാതിരുന്നു, പല കാര്യങ്ങളും മറച്ചു വെച്ചു, അല്ലെങ്കിൽ ജസ്റ്റ് മാറി നിന്നു, എന്ത് തന്നെ ആയിക്കോട്ടെ. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ അടുത്ത് എന്താണോ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ മറച്ചു വെച്ചത് അതെല്ലാം ഐ തിങ്ക് അവർ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു കാര്യമാണ് എനിക്ക് ഇവിടെ കാണുന്നത്. അതാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഗുഡ് ന്യൂസ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നല്ലൊരു ഹാപ്പി ഒരു മെസ്സേജ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ പേഴ്സൺ ഒരു റിസ്ക് എടുത്ത് മുന്നോട്ട് വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, കാരണം അവർ ഇമോഷണലായിട്ട് ഫീൽ ചെയ്യുക. ഓക്കെ, ആക്ച്വലി 12/21 വരാൻ പോകുന്നുണ്ട്, നമ്മുടെ December 21st. ഓക്കെ, നമ്മുടെ അതിനെ എന്താ പറയുക, ആ ദിവസത്തിന് ശേഷം നമ്മൾ പറയും ഈ എന്താ പറയുക ദിവസം ഡേ ടൈം കൂടി വരും, രാത്രി കുറയും, അങ്ങനെയൊക്കെയാണ് പറയാം. ഓക്കെ, എന്തോ ഒരു ഇത് വരാൻ പോകുന്നുണ്ട്. സോ അത് ഐ തിങ്ക് ആ ഒരു പോർട്ടൽ ഐ തിങ്ക് ചില ചേഞ്ചസ് വരുമെന്ന് ഞാൻ ഐ തിങ്ക് കേട്ടിരുന്നു. ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കാം ഇമ്പാക്റ്റ്. ഓക്കെ, അതായത് നമുക്ക് പകൽ കൂടുക എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ പകൽ എന്ന് പറയുമ്പോൾ വെളിച്ചം, സന്തോഷം എന്ന രീതിക്കൊക്കെ നമുക്ക് അങ്ങനെ പോസിറ്റീവായിട്ട് എടുക്കാം. ഓക്കെ, സോ അതിനനുസരിച്ച് മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ചുകൂടി ഒരു മാറ്റം, നിങ്ങളുടെ പേഴ്സണിൽ ഒരു മാറ്റം, പേഴ്സൺ കുറച്ചുകൂടി പോസിറ്റീവായിട്ടുള്ള ബിഹേവിയറിലേക്ക് മാറുക. പിന്നെ എന്തായാലും ന്യൂ ഇയർ വരാൻ പോവുകയാണ്. സോ എല്ലാവർക്കും ഒരു പോസിറ്റീവ്നെസ് നമ്മളെല്ലാവരും ഫീൽ ചെയ്യും. ഓക്കെ, ആ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് മറന്ന് എല്ലാവരും ഒരു പുതിയ തുടക്കത്തിനെ കുറിച്ചൊക്കെ ആലോചിക്കാൻ തുടങ്ങും. ഓക്കെ, ഒന്ന് മാറ്റിയെടുക്കണം ചില കാര്യങ്ങൾ എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനത്തെ ഒരു സമയങ്ങളാണ് അല്ലേ. അപ്പോൾ അതിൻ്റെതായ ഐ തിങ്ക് ചേഞ്ചസ് നിങ്ങളുടെ പേഴ്സണിൽ വരാൻ പോകുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ വളരെ ഇമോഷണലായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ നിങ്ങളെ മിസ് ചെയ്തിട്ട് ഐ തിങ്ക് അവർ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറാവുന്നതാണ്. ഫുള്ളിഷ് മാൻ എന്നാണ്, എന്ന് വെച്ചാൽ ഫുൾ കാർഡാണ് നമ്മുടെ. ഓക്കെ, റിസ്ക് എടുത്തിട്ടായാലും ശരി. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രതീക്ഷിക്കാം. അതായത് നിങ്ങൾ പ്രതീക്ഷിക്കില്ല അങ്ങനത്തെ ഒരു കാര്യം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ സാധാരണ ചെയ്യുന്ന ഒരു ബിഹേവിയർ അല്ലാതെ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇത് അവർ തന്നെയാണോ എന്ന് പോലും ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ച് പോവാം. നൈറ്റ് ഓഫ് സോർട്സും ഉണ്ട്. യെസ്, അവർ എടുത്തു ചാടി ഒരു ആക്ഷനാണ് അവരുടെ ഭാഗത്ത് നിന്ന് എനിക്ക് കാണാൻ പോകുന്നത്, ഐ തിങ്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒന്നാമത് ഇമോഷണലായിട്ട് ചിന്തിക്കുന്നുണ്ട്, അതിൻ്റെ കാര്യമാണ്. ആൻഡ് ഇവിടെ അവർ മറച്ചു വെച്ച കാര്യങ്ങൾ ഐ തിങ്ക് അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു വളരെ അവർക്ക് അതിയായ ആഗ്രഹം. ഓക്കെ, അവരെ മനസ്സിലുള്ളത് തുറന്ന് പറയാനും നിങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് വരാനും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അവർ എടുത്തു ചാടി ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ 4 of Wands കമ്മിറ്റ്മെൻ്റ് കാർഡാണ്, നമ്മൾ മാരേജിൻ്റെ കാർഡാണ്. അല്ലെങ്കിൽ ലൈക്ക് സ്റ്റെബിലിറ്റി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി എന്ന രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. മാരേജ് കാർഡാണ്, പക്ഷെ മാരേജ് എന്നില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. 10 of Cupsൻ്റെ സന്തോഷമായിരിക്കുക. നിങ്ങൾ ഫാമിലി ഓൾറെഡി നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് ആണെങ്കിലും നിങ്ങൾ തമ്മിലും ഓക്കെ കുറച്ചുകൂടി അറ്റാച്ച്മെൻറ്റ് കൂടുക ആ രീതിക്ക്. അല്ല അപ്പോൾ നിങ്ങൾ മാരീഡ് അല്ല, ഈവൻ വേറെ റിലേഷൻഷിപ്പ് ആണ്, എന്ത് തന്നെ ആയിക്കോട്ടെ, സിംഗിൾസ് ആയിക്കോട്ടെ, സിംഗിൾസ് ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മാരേജ് പ്രപ്പോസൽ വരാനുള്ള സാധ്യതയാണ്. ഓക്കെ, ഇവിടെ കമ്മിറ്റ്മെൻ്റ് അല്ല കാണുന്നത്. ഓക്കെ, ബട്ട് അറ്റ്ലീസ്റ്റ് അവരുടെ ഭാഗത്തുനിന്നൊരു ഒരു മെസ്സേജ് എങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 10 of Cups നിങ്ങൾ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾ പരസ്പരം നിങ്ങൾ ഒന്നിച്ച് ഒരു ഹാപ്പി ഫാമിലി എന്ന രീതിയിൽ തന്നെ ഓക്കെ, ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ഫാമിലി, ഓൾമോസ്റ്റ് വളരെ സന്തോഷമായിട്ട് നിങ്ങൾ ഒന്നിച്ച് ഒരു സമയങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതും സന്തോഷമായിട്ട് ഫീൽ ചെയ്യുന്നത് തന്നെയാണ്. ഇവിടെ സണ്ണുമാണ്. ഓക്കെ, സൺ കാർഡ് പറയുമ്പോഴും പോസിറ്റീവ്നെസ് ആണ്. ഓക്കെ, ഹാപ്പിനെസ് ആണ്.
സോ നിങ്ങളുടെ പേഴ്സൺ ഇതുവരെ മറച്ചിരുന്ന കാര്യങ്ങൾ, അവരെ മനസ്സിൽ മറഞ്ഞ കാര്യങ്ങൾ, അത് ഫീലിങ്സ് ആണ് എനിക്ക് ഇവിടെ കൂടുതലും തോന്നുന്നത്. കാരണം ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ വരുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ആൻഡ് വേർഡ്സ് യൂസ് ചെയ്യുന്ന പോലെ, നൈറ്റ് ഓഫ് വോൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ വേർഡ്സ് ആണ്. ഓക്കെ, നമ്മൾ മെസ്സേജ് വേർഡ്സ് എന്ന രീതിയിലൊക്കെ എടുക്കാം. അവർ ക്രിയേറ്റീവായിട്ട് അവർ എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്ന് അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനും നിങ്ങൾ തമ്മിൽ ഒരു അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ട് റിസ്ക് എടുത്തിട്ടായാലും ഒരു പുതിയ ഒരു മുന്നോട്ട് എന്തെങ്കിലും വേണം നല്ല രീതിക്ക് എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അവർ ഇമോഷണൽ ആണ് വല്ലാതെ. ഐ തിങ്ക് ഇമോഷണൽ ആയി പോകും അവർ. എനിക്ക് ആ ഇമോഷണൽ ആയിട്ട് അവർ ആക്ഷൻ എടുക്കും, അതാണ് കാര്യം. നമ്മൾ പറയില്ലേ, കൂടുതൽ ഇമോഷൻ ആവുമ്പോൾ അവർക്ക് അതിനെ അവസാനം മടക്കി വെക്കാൻ പറ്റാത്തൊരു ലെവൽ വരും. ഓക്കെ, അപ്പോൾ അവർ ആക്ഷൻ എടുക്കും എന്ന് പറയാം. അതാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഗുഡ് ന്യൂസ്. ഓക്കെ, പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും നല്ലൊരു മെസ്സേജ്, അവരെ പോസിറ്റീവായിട്ട് അവരുടെ ഭാഗത്തു നിന്ന് കുറച്ച് ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ചിലപ്പോൾ ഗുഡ് ന്യൂസുമായിട്ട് അവർ വരുമെന്ന് പറയാം. ഓക്കെ, പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് നല്ലൊരു ഗുഡ് ന്യൂസുമായിട്ട് വരും, അങ്ങനെയും പറയാം. ഓക്കെ, സ്റ്റാർ ആണ്. ഹാർഡ് ടൈംസ് ആർ ഓവർ, ലുക്ക് ഫോർവേഡ് ടു ആൻ അബൻഡൻസ് ഓഫ് ഹാപ്പിനെസ്, എന്തൂസിയാസം ആൻഡ് പോസിറ്റിവിറ്റി. തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, പ്രതീക്ഷ കൈവിടേണ്ട. നിങ്ങളുടെ കഷ്ടകാലത്തിൻ്റെ സമയങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ഒരു പ്രോബ്ലംസ് ഉള്ള ഒരു സമയത്തിൻ്റെ എൻഡിങ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആൻഡ് നിങ്ങൾ തമ്മിൽ മുന്നോട്ട് ഒരു ഹാപ്പിനെസ്, എല്ലാം പോസിറ്റിവിറ്റി എല്ലാം നിങ്ങൾക്ക് കാണാം. ഇത് നേരത്തെ ബാക്ക് ഓഫ് ഡെക്ക് ഉണ്ടായിരുന്നു, ഞാൻ ഷഫിൾ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചാണ് വരികയാണെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ച് വിട്ട പ്രപ്പോസൽ. ഓക്കെ, ഞാൻ പറഞ്ഞു ചിലവർക്ക് സിംഗിൾസ് ആണെങ്കിൽ നിങ്ങൾക്കൊരു പ്രപ്പോസൽ പ്രതീക്ഷിക്കാം. ഓക്കെ, പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് അതായിരിക്കും ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അല്ലാത്തവർക്കും നിങ്ങൾക്ക് ലൈക്ക് പേഴ്സൺ നിങ്ങളോട് വളരെ കമ്മിറ്റഡ് ആയിട്ട് അവർ നിൽക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. മൂൺ നേരത്തെ വന്ന അതേ കാര്യം. പേ അറ്റൻഷൻ ടു യുവർ ഇൻറ്റ്യൂഷൻ അറ്റ് ദിസ് ടൈം ആൻഡ് മൂവ് അഹെഡ് കോൺഫിഡൻ്റ്ലി. ഞാൻ നേരത്തെ പറഞ്ഞ പേഴ്സൺ ഇമോഷണൽ ആവുന്ന കാര്യം പറഞ്ഞു. നിങ്ങളും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് മറിഞ്ഞിരിക്കുന്നത്, എന്താ വരാൻ പോകുന്നത് ഒക്കെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയും. ഓക്കെ, മൂൺ കാർഡ് നേരത്തെ വന്നിരുന്നു, സോ സെയിം ആണ്. ആൻഡ് ഫ്ലവേഴ്സ്, യെസ്, ബി ജനറസ്, സക്സസ് ആൻഡ് ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് ആ യേഴ്സ്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് സക്സസ് വരുന്നു. സക്സസ് ഇപ്പം നമ്മളിവിടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. സോ യെസ്, നിങ്ങൾക്ക് റിലേഷൻഷിപ്പിനെ കുറിച്ച് നല്ല ന്യൂസും നല്ല കാര്യങ്ങളും നടക്കും. അതുമാത്രമല്ല, ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും സന്തോഷമായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും അവരുടെ ലൈഫിൽ നടക്കും. ചിലപ്പോൾ ആ ന്യൂസ് നിങ്ങളോട് ഷെയർ ചെയ്യാനോ അവർ വരാം. ഓക്കെ, നിങ്ങളോട് ഷെയർ ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങളുടെ കൂടെ അവർക്കത് ആ സന്തോഷം പങ്കിടണം എന്ന രീതിയിൽ അങ്ങനെ പറയാം. യെസ്, ഗോൾസ്. ഓക്കെ, പ്രോഗ്രസ് ഈസ് പോസിറ്റീവ് ആൻഡ് പേഴ്സണൽ ഗോൾസ് വിൽ ബി അച്ചീവ്ഡ്. യെസ്, അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഗോൾ അച്ചീവ് ചെയ്ത കാര്യം പറയാൻ വരുന്നതായിരിക്കാം. ഓക്കെ, അവർക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് കിട്ടി, അല്ലെങ്കിൽ കരിയറിൽ എന്തെങ്കിലും ഗ്രോത്ത് വന്നു, ഒക്കെ അവർക്ക് സന്തോഷം ഉണ്ടാക്കും അല്ലേ. ആ സന്തോഷം അവർ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയും ചെയ്യും. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ അവർ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാനുള്ളതും ചെയ്യും എന്നാണ് കാണുന്നത്. ഓ വാവ്, ബോട്ടം ഡെക്ക് സൺ, നമ്മൾ നേരത്തെ വന്ന അതേ കാർഡ്. സോ യെസ്, വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് എടുക്കാം. നിങ്ങളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ്നെസ് നിങ്ങൾക്ക് വരും. നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് തീർച്ചയായിട്ടും ഈ ഒരു നമ്മൾ ജനുവരിക്കുള്ളിലാണ് ഇത് പറയുന്നത്. ഓക്കെ, ഈ ഒരു ന്യൂ ഇയർ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ചില ചേഞ്ചസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരും. ഓക്കെ, സോ വെരി വെരി നൈസ്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.